ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും ഇതിന് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിപ്പോയി. ഫീവറും കോൾഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് ടീ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടീ ഉണ്ടാക്കിയാണ്. ലൈറ്റായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചായ ഒഴിക്കുന്ന സമയത്ത് എൻ്റെ ഈ കപ്പ് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇത് നല്ല ക്വാളിറ്റിയുള്ള കപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഈ പോട്ടിലുള്ള ഹൈ ടെമ്പറേച്ചറാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല. പക്ഷേ ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുള്ളത് ഒഴിക്കുന്ന സമയത്ത്, നേരിട്ട് കപ്പിലൊഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതെനിക്ക് പ്രൈസ് കിട്ടിയതായതുകൊണ്ട് നല്ല വിഷമമുണ്ട്. രാവിലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെറിയ മഴ രാവിലെ ഇങ്ങനെ കണ്ടി സീറ്റ് ഔട്ടിലിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇന്ന് സ്കൂളിലെ ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കിച്ചണിലോട്ട് പോവാണ്. ഇന്ന് എൻ്റെ തുടക്കലും അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീക്കിലി ഞാനൊരു പ്രാവശ്യം ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ റൂമിലും ഒന്നിച്ചാണ് ബെഡ്ഷീറ്റ് അലക്കാൻ എടുക്കാറ്. അപ്പോൾ ഈ റൂമിൽ എനിക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും എനിക്ക് യെല്ലോ തീമിനോടാണ് താല്പര്യം കേട്ടോ. ബെഡ്ഷീറ്റ് എല്ലാ ബെഡ്ഷീറ്റും ഞാൻ വാങ്ങിയിട്ടുള്ളത് യെല്ലോ തീമിലാണ് കേട്ടോ. യെല്ലോ കളറിലുള്ള ബെഡ്ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്കെന്തോ ഏത് ബെഡ്ഷീറ്റ് വിരിച്ചാലും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ യെല്ലോ കളർ ബെഡ്ഷീറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റ് തന്നെ സെലക്ട് ചെയ്യാറ്. പക്ഷെ പെട്ടെന്ന് അത് കുറച്ച് പ്രാവശ്യമൊക്കെ അലക്കുമ്പോഴൊക്കെ എൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങാറുണ്ട്. എന്നാലും എനിക്ക് പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റിൽ കിടക്കുന്ന ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇത് മോൻ്റെ റൂമാണ്. അപ്പോൾ അവന് രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബെഡ്ഷീറ്റ് ശരിയാക്കി വെക്കും. പക്ഷെ ഞാൻ അടിച്ചു വാരാൻ വരുന്ന സമയമാണ് ബെഡ്ഷീറ്റ് നീറ്റായിട്ട് വിരിച്ച് വെക്കാറുള്ളത്. അപ്പോൾ ബെഡ്ഷീറ്റ് കുറച്ചൊന്ന് എന്താ പറയുക, ചുളിഞ്ഞിട്ട് പോയാലൊരു നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നല്ലൊരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ബെഡ്റൂമൊക്കെ നന്നായിട്ട് വിരിച്ച് വെച്ചിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയ ശേഷം പിന്നെയും ഞാനിങ്ങനെ ഒന്ന് വന്നു നോക്കും. അപ്പോൾ ഒരു നല്ലൊരു നമുക്കൊരു മനസ്സിന് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ ഈ റൂം അങ്ങനെ നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലേ ഒരു മനസ്സിനൊരു സുഖമില്ലാത്തതുപോലെയുണ്ട്. നമുക്കൊരു ഭാരം തോന്നാറില്ലേ നമ്മുടെ മൈൻഡ്. അപ്പോൾ പണികളും ഒക്കെ ചെയ്യാൻ കുറച്ച് നമുക്കൊരു ഇഷ്ടക്കുറവൊക്കെ തോന്നും. സ്ത്രീകൾക്കൊക്കെ മിക്കവാറും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ്. ചില സമയത്ത് ഹോർമോൺ ചേഞ്ചസൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായത്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് സമയം ഖുർആൻ ഓതും കേട്ടോ. അപ്പോൾ ഈ വുളൂക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ടെൻഷൻ കുറേ അങ്ങ് ഫ്രീ ആവും. വുളൂ ചെയ്ത് നിസ്കരിച്ചിട്ട് കുറച്ച് സമയം ഖുർആൻ ഓതും. അപ്പോൾ നല്ല നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിമൂവ് ആവാൻ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് റിസൾട്ട് അറിയിക്കണേ. ഇതൊരു നല്ല ഒരു മെഡിസിനാണ് കേട്ടോ ഖുർആൻ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആയി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ തീർക്കാം. അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ടുണ്ട്. മഴ നനഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് കുളിച്ചിട്ടുള്ള കോൾഡൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ കുളിച്ച് അതിന് ശേഷമാണ് ഇപ്പോൾ ഖുർആൻ ഓതാൻ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയം ഒരു അരമണിക്കൂറോളൊക്കെ ഖുർആൻ ഓതുകയാണ്. ഇത്
നമുക്ക് ഖുർആൻ എത്ര മധുരമായിട്ട് ഓതാൻ പറ്റുമോ അത്രയും മധുരമായിട്ട് ഓതുകയാണെങ്കിൽ അത്രയും നല്ലൊരു മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ഇന്ന് ഉച്ചക്ക് നമ്മുടെ സാധാരണ ലഞ്ച് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചോറും പരിപ്പ് കറിയും പിന്നെ ഒരു തോരൻ, കാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു തോരനും, അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ഉണ്ട്. പരിപ്പ് കറിയൊക്കെ വെക്കുകയാണെങ്കിലല്ലേ എൻ്റെ ഹസ്സിന് ഈ ഉണക്കമീനാണ് ഫ്രൈ ചെയ്തത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉണക്കമീൻ ഫ്രൈ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് ഡേറ്റ്സിൻ്റെ പിക്കിളുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഹസ്ബൻഡ് ചോറുണ്ണാൻ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ചോറുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഈ നേന്ത്രപ്പഴം പച്ചടി നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ. അത് മാമ്പഴം നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ നേന്ത്രപ്പഴം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമല്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചടിയാണ് സ്വീറ്റ് പച്ചടി. അപ്പോൾ ഞാനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പൊട്ടിക്കാൻ പോകുന്ന സമയത്ത് എന്നെക്കാളും തിരക്ക് എൻ്റെ മക്കൾസിനാണ് കേട്ടോ. അവർക്കിങ്ങനെ ഓർഡർ എന്താ പറയുക, ഈ നമ്മുടെ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ പിടിച്ച് വലിച്ച് അത് അങ്ങനെ എന്താണെന്ന് അറിയാനുള്ളൊരു ഇതിപ്പോൾ ഞാൻ അവർക്ക് വിട്ടു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇനി അവരെന്നെ ചെയ്യട്ടെ, ഇനി അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ അവരെന്നെ ചെയ്യട്ടെ എന്ന് വെച്ച് ഞാനിങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോനും മോളും കൂടിയിട്ട് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധനം കേട്ടോ. ഇതൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റോർ റൂം ഒക്കെ ഇല്ലാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം എനിക്ക് സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ചെറിയ സ്പേസേ വേണ്ടു കേട്ടോ. ഒരുപാട് ഐറ്റംസ് കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും